Good morning. Today going to talk about types of leverage. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ യൂണിറ്റ് 8 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. The operating leverage may be defined as a tendency of operating profit to vary disproportionately with the sale. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ വ്യത്യാസം വരിക, അതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഇറ്റ്സ് സെഡ് ടു എക്സിസ്റ്റ് ഫേം പേ ഫിക്സഡ് കോസ്റ്റ് റിഗാർഡ്ലെസ് ഓഫ് വോളിയം ഓഫ് ഔട്ട്പുട്ട് ഓർ സെയിൽസ്. ഫിക്സഡ് കോസ്റ്റ്, വോളിയം ഓഫ് ഔട്ട്പുട്ട്, സെയിൽസിൻ്റെ വോളിയം ഓഫ് ഔട്ട്പുട്ട് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് സിമിലർ ആയിട്ടാണ് നിർത്തുക. അപ്പോൾ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ? വോളിയം ഓഫ് സെയിൽസ് ഇൻക്രീസ് ചെയ്യുക. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അത് അതുപോലെ തന്നെ നിർത്തുക. അപ്പോൾ അങ്ങനെ നിർത്തുന്നതിനെയാണ് ലിവറേജ് എന്ന് പറയുന്നത്. നമ്മൾ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, അതായത് ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ ആ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ഇവിടെ ഫിക്സഡ് കോസ്റ്റാണ്. ഒരു ഫൾക്രം എന്ന് പറയും, അത് ഒരു സ്റ്റാറ്റിക്കാണ്. അതിൽ ഫിക്സഡ് കോസ്റ്റിൽ വ്യത്യാസം വരില്ല. വോളിയം ഓഫ് സെയിൽസ് ഇൻക്രീസ് ചെയ്താലും ഒരു സെർട്ടൺ ലെവൽ വരെ നമുക്ക് വ്യത്യാസങ്ങൾ വരില്ല. അപ്പം നമുക്ക് പ്രോഫിറ്റ് കൂടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വോളിയം ഓഫ് സെയിൽസ് ഇൻക്രീസ് ചെയ്യുകയാണ്. The firm is said to have high degree of operating leverage if employs greater amount of fixed cost and lesser amount of variable cost. High degree of operating leverage എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഫിക്സഡ് കോസ്റ്റിൻ്റെ കൂടുതലും വേരിയബിൾ കോസ്റ്റ് കുറവാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് ലിവറേജിൽ നമ്മൾ 3 ഫങ്ഷൻസ് ആണ്: എമൗണ്ട് ഓഫ് ഫിക്സഡ് കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ ഓഫ് മാർജിൻ, വോളിയം ഓഫ് സെയിൽസ്. അതാണ് 3 ടേം എടുക്കുക. ദ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻ ബൈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ EBIT, C/EBIT. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുന്നേയുള്ള ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് ഈ ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുന്നേയുള്ള പ്രോഫിറ്റാണ് EBIT എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 രീതിയിൽ ചെയ്യും. ഒന്ന് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് 2 തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഒന്ന് നമുക്ക് പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റിൻ്റെ 2 വർഷത്തെ പ്രോഫിറ്റ് 2 വർഷത്തെ സെയിലുമാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ സെയിൽസ് ആണ്. ഇനി നമുക്ക് പ്രോബ്ലത്തിന് EBIT അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, സെയിൽസും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനും തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കോൺട്രിബ്യൂഷൻ ബൈ EBIT വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻ ബൈ EBIT ആണ്. അപ്പോൾ ചേഞ്ചസ് ഇൻ EBIT ബൈ ചേഞ്ചസ് ഇൻ സെയിൽസ് അങ്ങനെയും ചെയ്യാം. അതായത് ഈ 2 വർഷത്തെ പ്രോഫിറ്റാണ് തരണമെങ്കിൽ ചേഞ്ചസ് ഇൻ EBIT ബൈ ചേഞ്ചസ് ഇൻ സെയിൽസ്. ഇനി EBIT എന്ന് പറയുന്നത് റവന്യൂ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ടോട്ടൽ റവന്യൂ മൈനസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റ്, അതാണ് EBIT എന്ന് പറയുന്നത്. അതായത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, അപ്പോൾ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ, മൈനസ് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് EBIT എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫോർമുലയായിട്ട് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ ബൈ EBIT ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ ഇഫ് എ ഫേം ഹാസ് ഹൈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് സ്മോൾ ചേഞ്ചസ് ഇൻ സെയിൽസ് വിൽ ഹാവ് ലാർജ് ഇഫക്റ്റ് ഓൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അതായത് ചേഞ്ചസ് കുറച്ച് വോളിയം സെയിൽസ് കൂടുമ്പോഴും പ്രോഫിറ്റ് നന്നായിട്ട് കൂടും. അതാണ് ഹൈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതേപോലെ തന്നെ സെയിൽസ് സെർട്ടൺ പെർസെൻറ്റേജ് കുറയുമ്പോഴേക്കും പ്രോഫിറ്റ് നന്നായിട്ട് കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മാക്സിമം ആ ഫിക്സഡ് കോസ്റ്റ് അതേപോലെ തന്നെ നിർത്തിയിട്ട് പ്രോഫിറ്റ് കൂട്ടാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രോബ്ലംസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ.